ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരെ ഒന്നിപ്പിച്ച് കോൺഗ്രസിൽ പടപ്പുറപ്പാടിനിറങ്ങിയ ചാണ്ടി ഉമ്മനെ ഒതുക്കാൻ പുലഭ്യം വിളി തന്ത്രവുമായി വി.ഡി. സതീശൻ. ഷാഫി, സതീശൻ, രാഹുൽ സംഘത്തിൻ്റെ മാപ്രാത്തലവനായ മറുനാട്ടിലെ ഉടമയെ തന്നെ കളത്തിലിറക്കിയാണ് ഇവർ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചാണ്ടി ഉമ്മനെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള ഈ വിദ്വാൻ്റെ വീഡിയോ ഇവരുടെ സൈബർ പോരാളികൾ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വാരി വിതറിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിലും ചാണ്ടി ഉമ്മന് ഇടം കൊടുക്കരുതെന്ന നിർദ്ദേശം സതീശൻ കോട്ടയത്തെ തൻ്റെ നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു. മാങ്കൂട്ടത്തിന് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വക സ്വീകരണം ഒരുക്കാനും ഇവർ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും വി.ഡി. സതീശൻ കീഴ്പ്പെടുത്തുന്നതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചാണ്ടി ഉമ്മനെ പരസ്യമായി അധിക്ഷേപിച്ച് മാങ്കൂട്ടം ഷാഫി അണികളെത്തിയതോടെ പറഞ്ഞതൊക്കെ താൻ പറഞ്ഞത് തന്നെയാണെന്നും ബാക്കി പാർട്ടി വേദിയിൽ ഇടം തന്നാൽ അവിടെ പറയുമെന്നും ചാണ്ടി ഉമ്മൻ ഇന്നും പറഞ്ഞു കഴിഞ്ഞു. തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് ഒതുക്കുന്നു എന്ന കൃത്യമായ സൂചനയാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത്. ചാണ്ടി ഉമ്മൻ്റെ നിലപാടിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ച് മുതിർന്ന നേതാക്കളായ കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെന്നിത്തലയും രംഗത്തെത്തി. ചാണ്ടി ഉമ്മനെ അധിക്ഷേപിക്കും വിധത്തിലുള്ള പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായത്. ചാണ്ടി ഉമ്മനെ പാലക്കാട്ടേക്ക് അടുപ്പിക്കാതിരുന്നത് കാലുവാരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുലിനൊപ്പമുള്ളവർ പ്രചരിപ്പിച്ചിരുന്നു. ചെറിയാൻ ഫിലിപ്പ് പിന്നീട് ചാണ്ടി ഉമ്മന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ചാണ്ടി ഉമ്മനെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഉമ്മൻചാണ്ടിയോടുള്ള ജനകീയ വൈകാരികത പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാമെന്നാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഉപദേശം. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇല്ലാതായ എ ഗ്രൂപ്പിൻ്റെ പിന്തുടർച്ചാ അവകാശമാണ് ചാണ്ടി ഉമ്മൻ നേടിയെടുത്തിരിക്കുന്നത്. ഇത് കോൺഗ്രസിൽ പുതിയ അംഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ അടുത്ത ദിവസം ഉണ്ടായേക്കും.